ദൈവത്തിൻ്റെ വചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രാവിലെ സമയം നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടി വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. തുടർന്ന് നമ്മുടെ എല്ലാ ബലഹീനതകളെയും അറിഞ്ഞുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ നാം ശ്രദ്ധിക്കുകയുണ്ടായി. തുടർന്ന് ആ ദൈവത്തിൻ്റെ ആ ഉടമ്പടി വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുവാനുള്ള ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇലക്ഷൻ വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമായിരുന്നുവല്ലോ 1-2 ആഴ്ചകൾക്ക് മുൻപ്. വിവിധ സ്ഥാനാർത്ഥികൾ അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്തു തന്നെയായാലും അനേകം വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിരത്തുകയുണ്ടായി. ഇവയിൽ മിക്കവയും പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്നും അവയൊന്നും പൂർണ്ണമായി നിവർത്തിക്കപ്പെടുകയില്ലെന്നും നമുക്ക് അറിയാം. എന്നാൽ വിശ്വസിക്കുവാൻ കഴിയുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അത് മുഖവിലക്കെടുത്ത് വിശ്വസിക്കുവാനായിട്ട് കഴിയും. കാരണം ഈ വാഗ്ദാനങ്ങൾ മാറ്റമില്ലാത്ത ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായിട്ടുള്ള ദൈവമാണ്. മാത്രവുമല്ല, ഇവിടെ പറയുന്ന പ്രത്യേക വാഗ്ദാനങ്ങൾ ദൈവം നിവർത്തിക്കുമെന്ന് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത വാഗ്ദാനങ്ങളാണ്. നമുക്ക് അത് പൂർണ്ണമായും വിശ്വസിക്കാം. ഇതാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്നത്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതിനായിട്ട് എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദൈവം അബ്രാഹമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. അവർക്ക് ഉറപ്പിനായി സകല വാദത്തിൻ്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ചു ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ഈ വേദഭാഗത്തിൻ്റെ കേന്ദ്ര ആശയം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. വിശ്വാസികളുടെ പേഴ്സീവറൻസ് അഥവാ സ്ഥിരോത്സാഹത്തിൻ്റെ ഉറപ്പ് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അബ്രാഹാം വിശ്വാസികൾക്ക് മാതൃകയും യേശുക്രിസ്തു നമുക്ക് മുന്നോടിയായും മഹാപുരോഹിതനായും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിനാൽ നമ്മുടെ പ്രത്യാശ ഉറപ്പുള്ളതാണ്. വിശ്വാസികളുടെ പേഴ്സീവറൻസ് അഥവാ സ്ഥിരോത്സാഹത്തിൻ്റെ ഉറപ്പ് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അബ്രാഹാം നമുക്ക് വിശ്വാസികൾക്ക് മാതൃകയും യേശുക്രിസ്തു നമുക്ക് മുന്നോടിയായി ഫോർറണ്ണറായി മഹാപുരോഹിതനായും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിനാൽ നമ്മുടെ പ്രത്യാശ ഉറപ്പുള്ളതാണ് എന്നതാണ് ഇതിൻ്റെ കേന്ദ്ര സന്ദേശം എന്ന് പറയുന്നത്.
ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് എന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം എന്നത്. ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ദി ആങ്കർ ഓഫ് അവർ ഹോപ്പ്. നമുക്ക് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചിട്ട് ഇതിലേക്ക് പ്രവേശിക്കാം. എബ്രായർ 1-2 അധ്യായങ്ങളിൽ പുത്രനായ ദൈവത്തിൻ്റെ അഥവാ യേശുക്രിസ്തുവിൻ്റെ പര്യാപ്തതയുടെ അതല്ലെങ്കിൽ സഫിഷ്യൻസിയുടെ ശക്തമായിട്ടുള്ള ഒരു പ്രദർശനമാണ് രചയിതാവ് അവതരിപ്പിച്ചത്. തുടർന്ന് 3-4 അധ്യായങ്ങളിൽ മനുഷ്യരുടെ ഇൻസഫിഷ്യൻസി അഥവാ അപര്യാപ്തതയിലേക്ക് അല്ലെങ്കിൽ കഴിവില്ലായ്മയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു. ഈജിപ്ത് വിട്ടുപോകുന്ന ഇസ്രയേല്യരുടെ ആദ്യ തലമുറയുടെ ഉദാഹരണം അതിനുവേണ്ടി താൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് 95-ാം സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് അവരുടെ പരാജയങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളിലൂടെ ലേഖനകാരൻ അത് നമുക്ക് തെളിയിച്ചു തന്നു. അതായത് വിശ്വാസികൾക്ക് പരാജയങ്ങൾ ഉണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ പര്യാപ്തതയാലും മഹാപൗരോഹിത്യ ശുശ്രൂഷയാലും ഭാവി പ്രത്യാശയിൽ ഉറപ്പുള്ളവരായിരിക്കാം. ഈ കാര്യമാണ് ലേഖനകാരൻ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെ നമ്മെ പ്രബോധിപ്പിച്ചത്. വിശ്വാസികൾക്ക് പരാജയങ്ങളുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ പര്യാപ്തതയാലും മഹാപൗരോഹിത്യ ശുശ്രൂഷയാലും ഭാവി പ്രത്യാശയിൽ ഉറപ്പുള്ളവരായിരിക്കാമെന്ന കാര്യമാണ് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10 വരെ വാക്യങ്ങളിൽ പറഞ്ഞത്. 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ലേഖനകാരൻ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് വ്യതിചലിച്ച് വിശ്വാസികളുടെ ആത്മീയ മന്ദതയിലേക്ക് തിരിയുന്നു. ആ വ്യതിചലനത്തിൻ്റെ ഉപസംഹാരമാണ് ഇന്നത്തെ നമ്മുടെ വേദഭാഗം. അതായത് 5-ന്റെ 11 മുതൽ ആരംഭിച്ച 6-ന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ ഒരു പര്യവസാനമാണ്, ഉപസംഹാരമാണ് ഇന്നത്തെ വേദഭാഗമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ ആദ്യ വായനക്കാരുടെ ആത്മീയ അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യതിചലനം ആവശ്യമായിരുന്നു. കാരണം അവരുടെ ആത്മീയ പ്രായത്തിന് തക്ക ആത്മീയ വളർച്ച അവർ കൈവരിച്ചിരുന്നില്ല. അതുകൊണ്ട് ലേഖനകാരന് അവരെ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ തന്നെ പഠിപ്പിക്കേണ്ട സ്ഥിതിയിലായിരുന്നു അവർ അപ്പോഴും. മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ലേഖനകാരന് കഴിയുന്നില്ല. കാരണം അവർക്ക് ദഹനക്കേടുണ്ടാക്കുന്ന ഭക്ഷണം പോലെയാണ് ഈ വിഷയം. അത് ഗ്രഹിക്കുവാനുള്ള ആത്മീയ പക്വത അവർ കൈവരിച്ചിട്ടില്ല. എങ്കിലും ബാലപാഠങ്ങളിലേക്ക് തിരിയാതെ പക്വതയിലേക്ക് നയിക്കുന്ന പാഠങ്ങൾ പഠിപ്പിക്കുക എന്ന സമീപനമാണ് ലേഖനകാരൻ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. തുടർന്ന് 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെ വാക്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് താൻ നൽകി. അത് വിശ്വാസത്യാഗത്തെ സംബന്ധിച്ച മുന്നറിയിപ്പാണ്. ക്രിസ്തുവിനെ ത്യജിച്ച് പഴയ നിയമ ആചാരങ്ങളിലേക്കോ അനുഷ്ഠാനങ്ങളിലേക്കോ മറ്റെന്തെങ്കിലും വിശ്വാസങ്ങളിലേക്കോ തത്വചിന്തയിലേക്കോ പിന്മാറിപ്പോയാൽ അവരെ മടക്കിക്കൊണ്ടുവരിക അസാധ്യമാണ്. അവരെ കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഭയാനകമായ ന്യായവിധിയാണ്. ഇങ്ങനെ ന്യായവിധിയിൽപ്പെടുന്നവർ ആരാണ്? അവർ യഥാർത്ഥ വിശ്വാസികളാണോ? അവരെക്കുറിച്ച് പല വേദപണ്ഡിതരും അഭിപ്രായപ്പെടുന്നത് വിശ്വാസത്തോട് അടുത്തെത്തിയവരും സുവിശേഷവുമായും ക്രിസ്തീയ സമൂഹവുമായി ഇടപഴകി ജീവിച്ചതിൻ്റെ ചില നന്മകൾ ആസ്വദിച്ചവരും എന്നാൽ ഒരിക്കലും യഥാർത്ഥ വിശ്വാസത്തിലേക്ക്
വന്നിട്ടില്ലാത്തവരുമാണ് ഈ കൂട്ടർ എന്നാണ്. അതായത് രക്ഷിക്കപ്പെടാതെ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് നടക്കുകയും ചില ക്രിസ്തീയ നന്മകൾ അനുഭവിക്കുകയും ചെയ്യുന്ന പേരിൽ മാത്രം വിശ്വാസികളായി ഇരിക്കുന്നവരാണ് ഈ കൂട്ടർ. ഇങ്ങനെയുള്ളവർ ക്രമേണ സുവിശേഷത്തെ നിരസിക്കുകയോ എതിർക്കുകയോ സഭ വിട്ട് പോകുകയോ ചെയ്യും. ദൈവത്തിന് മാത്രം അറിയാവുന്ന കാരണങ്ങളാൽ മാനസാന്തരത്തിന് അവസരം ലഭിക്കാതെ അവർ ന്യായവിധിക്ക് വിധേയരാകുന്നു. എന്നാൽ അവസാനം വരെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. പേഴ്സീവറിംഗ് ക്രിസ്ത്യൻ ഈസ് ദ റിയൽ ക്രിസ്ത്യൻ. അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അഥവാ പേഴ്സീവർ ചെയ്യുവാൻ വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുകയാണ് 6-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ. അവർക്ക് ഉത്സാഹം പകരുവാൻ അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ലേഖനകാരൻ ദർശിച്ച ചില നന്മകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ജീവിതം വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള സേവനത്തെ പ്രകടമാക്കിയിട്ടുണ്ട്. അവരുടെ സ്നേഹപ്രയത്നങ്ങൾ ഇന്നുവരെ തുടരുന്നു എന്നും അത് ഇനിയും തുടരുമെന്നും രചയിതാവ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അവരുടെ പ്രത്യാശയുടെ പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് ലഭിക്കേണ്ടതിന് അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ലേഖനകാരൻ അവരെ ഉത്സാഹിപ്പിക്കുകയാണ് 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ. അവസാനം വരെ ക്ഷമയോടെ വിശ്വാസത്തിൽ നിലനിൽക്കുക. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവകാശമാക്കുമ്പോൾ വിശ്വാസത്താലും ദീർഘക്ഷമയാലും അവകാശങ്ങൾ വാഗ്ദത്തമാക്കുന്നവരുടെ അവകാശികളായി തീരും എന്നാണ് 6-ാം അധ്യായത്തിൻ്റെ 12-ൽ പറയുന്നത്. അവരുടെ ആത്മീയ മന്ദതയ്ക്കുള്ള പ്രതിവിധിയും ഇതായിട്ടാണ് ലേഖനകാരൻ അവിടെ പറയുന്നത്. 12-ാം വാക്യം അത് വ്യക്തമാക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിട്ട് തീരും. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിട്ട് തീരണം എന്നതാണ് എബ്രായ വിശ്വാസികളെക്കുറിച്ചുള്ള ലേഖനകാരൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും. ആ പ്രതീക്ഷ സഫലമാക്കുന്നതിനുള്ള പ്രോത്സാഹനമാണ് ഇന്നത്തെ നമ്മുടെ വേദഭാഗം എന്ന് പറയുന്നത്. വിശ്വാസികളെ പേഴ്സീവിയർ ചെയ്യുവാൻ അഥവാ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ വിശ്വാസികളെ സ്ഥിരോത്സാഹത്തിനായിട്ട് ഉത്സാഹിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ ലക്ഷ്യമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വേദഭാഗം 2 കാരണങ്ങളാൽ പ്രാധാന്യമർഹിക്കുന്നു. ഒന്നാമതായി പേഴ്സീവറൻസ് അഥവാ സ്ഥിരോത്സാഹം എന്ന വിഷയത്തെ അതിൻ്റെ ശരിയായിട്ടുള്ള വീക്ഷണകോണിൽ പേഴ്സ്പെക്റ്റീവിൽ കാണുവാനായിട്ട് ഈ വേദഭാഗം നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൽ നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പും നമ്മുടെ ആത്മവിശ്വാസവും അരക്കിട്ടുറപ്പിക്കുക എന്നതാണ് രചയിതാവിൻ്റെ ലക്ഷ്യം. ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൽ നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പും നമ്മുടെ ആത്മവിശ്വാസവും ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വേദഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. 4-ാം അധ്യായം വിശ്വാസികളുടെ ഉത്തരവാദിത്തത്തിനാണ് ഊന്നൽ നൽകുന്നത്. ആ ഉത്തരവാദിത്തങ്ങളിൽ ചിലത് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹമുള്ളവരായിരിക്കുക. 4-ാം അധ്യായം 11-ാം വാക്യം. രണ്ടാമത്,
നിങ്ങളുടെ സ്വീകാര്യം അഥവാ ഏറ്റുപറച്ചിൽ മുറുകെ പിടിക്കുക. 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. മൂന്നാമത്തെ ഉത്തരവാദിത്വം അവശ്യ സമയത്ത് കരുണയും കൃപയും ലഭിപ്പാൻ യേശുവിനോട് അടുത്ത് ചെല്ലുക. 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ഇതൊക്കെ വിശ്വാസികളുടെ ഉത്തരവാദിത്തത്തിനാണ് ഊന്നൽ നൽകുന്നത്. 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വിശ്വാസിയുടെ പേഴ്സീവറൻസ് അഥവാ സ്ഥിരോത്സാഹം പൂർണ്ണമായും നമ്മുടെ സ്വന്തം പ്രവൃത്തിയാണെന്ന് തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യത ഏറെയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. കാരണം അത് കൃപയിൽ നിന്ന് പ്രവൃത്തിയിലേക്കുള്ള മാറ്റമായിരിക്കും. രചയിതാവ് അതിനെ ശക്തമായിട്ട് തന്നെ എതിർക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വേദഭാഗത്തിൻ്റെ അവസാന വാക്യങ്ങൾ നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ സഹിഷ്ണുതയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിൽ വേരൂന്നിയിരിക്കുന്നു എന്ന കാര്യമാണ് പറയുന്നത്. അവർ സെക്യൂരിറ്റി ആൻഡ് പെർസീവറൻസ് ആർ റൂട്ടഡ് ഇൻ ദ അൺചേഞ്ചിങ് പ്രോമിസസ് ഓഫ് ഗോഡ്. നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ സ്ഥിരോത്സാഹവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിൽ വേരൂന്നിയിരിക്കുന്നു. നമ്മുടെ മഹാപുരോഹിതനായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും അവൻ്റെ പ്രവൃത്തിയും ഈ വാഗ്ദാനങ്ങൾ നമ്മിൽ നിറവേറ്റുന്നു. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും പ്രവൃത്തിയും ഈ വാഗ്ദാനങ്ങൾ നമ്മിൽ നിറവേറ്റുന്നു. രണ്ടാമതായി, നമ്മുടെ ഇന്നത്തെ വേദഭാഗം മൽക്കീസദേക്കിൻ്റെ വിഷയത്തിലേക്കും നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠമായ മഹാപുരോഹിത ശുശ്രൂഷയിലേക്കും തിരികെ പ്രവേശിക്കുവാനുള്ള ഒരു ചവിട്ടുപടിയാണ്. നമ്മുടെ ഈ വായിച്ച വേദഭാഗം മഹാപുരോഹിത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ചവിട്ടുപടിയാണ്. നമ്മുടെ കർത്താവും മൽക്കീസദേക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് രചയിതാവിൻ്റെ ഈ പഠിപ്പിക്കൽ. അതായത് 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവും പഴയ നിയമത്തിലെ മഹാപുരോഹിതനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ലേഖനകാരൻ ഇവിടെ പറയുന്നത്. എന്നാൽ ഈ സങ്കീർണമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുവാൻ രചയിതാവ് ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന കാര്യമാണ് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടത്. വ്യതിചലനത്തിൻ്റെ ഈ അവസാന വാക്യങ്ങൾ 5:10 അദ്ദേഹം നിർത്തിയ സ്ഥലത്തേക്ക് അഥവാ യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയിലേക്ക് തിരികെ താൻ പ്രവേശിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വേദഭാഗം മനസ്സിലാക്കുവാനുള്ള താക്കോൽ വാക്യങ്ങൾ അഥവാ അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് 6-ാം അധ്യായത്തിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങളാണ്. അത് ഞാനൊന്ന് വായിച്ചിട്ട് നമുക്കതിലേക്ക് കിടക്കാം. 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിട്ട് തീരും. തൻ്റെ വായനക്കാർ അവരുടെ പ്രത്യാശ പിന്തുടരുന്നതിൽ കാണിച്ച അതേ ഉത്സാഹവും താല്പര്യവും അവസാനം വരെ മുറുകെ പിടിക്കണമെന്നാണ് രചയിതാവ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ 13-ാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന അബ്രാഹമിനെയും 11-ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിശ്വാസ വീരന്മാരെയും അനുകരിക്കുമെന്നാണ് താൻ പറയുന്നത്. വിശ്വാസവും ദീർഘക്ഷമയും പ്രകടിപ്പിച്ചവരാണ് വാഗ്ദാനങ്ങൾ അവകാശമാക്കിയവർ. ഈ അർത്ഥത്തിൽ പ്രത്യാശ എന്നത് സ്ഥിരോത്സാഹത്തിൻ്റെ ഒരു പ്രതിഫലം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം.
ഈ അർത്ഥത്തിൽ പ്രത്യാശ എന്നത് വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വിശ്വാസ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഉത്സാഹവും താല്പര്യവും നമുക്ക് നഷ്ടമായിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ ഇന്നത്തെ എൻ്റെ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഈ വേദഭാഗത്ത് 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു പദമാണ് വാഗ്ദാനം എന്നത്. നമ്മുടെ പ്രത്യാശയ്ക്കും സ്ഥിരോത്സാഹത്തിനും അടിസ്ഥാനമായി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ഇവിടെ അവതരിപ്പിക്കുന്നു. നമ്മുടെ പ്രത്യാശയ്ക്കും സ്ഥിരോത്സാഹത്തിനും അടിസ്ഥാനമായി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ വാഗ്ദാനങ്ങൾ കേവലം ചില വാഗ്ദാനങ്ങളല്ല, ഒരു ശപഥത്താൽ മുദ്രയിട്ടിരിക്കുന്ന അഥവാ സീൽ ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളാണ്. ദൈവം തന്നെ കൊണ്ട് തന്നെ ആണയിട്ട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളാണ്. മാനുഷികമായി പറഞ്ഞാൽ 100% ഗ്യാരണ്ടി നൽകുന്ന വാഗ്ദാനങ്ങൾ. ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും കഷ്ടതകളിലും വിശ്വസ്തയോടെ സഹിച്ചു നിന്നതിൻ്റെ ഫലമായി പ്രത്യാശയുടെ ഒരു വലിയ ഉറപ്പും ഇത് നമുക്ക് നൽകുന്നു. അപ്പോൾ ഈ വേദഭാഗത്തു നിന്ന് ഒന്നാമതായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശ്വാസത്താലും ദീർഘക്ഷമയാലും സ്ഥിരോത്സാഹം കാണിപ്പാൻ അഥവാ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അബ്രാഹാം നമുക്ക് മാതൃകയായിരിക്കുന്നു എന്ന കാര്യമാണ്. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് അബ്രാഹാം നമുക്ക് മാതൃകയായിരിക്കുന്നു. ഇതിന് ആധാരമായിരിക്കുന്നത് 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് ആ വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ദൈവം അബ്രാഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അബ്രാഹാമിൻ്റെ വിശ്വാസവും ദീർഘക്ഷമയും നമുക്ക് എങ്ങനെ മാതൃകയായിരിക്കുന്നു എന്നതാണ് ഈ വാക്യങ്ങളുടെ ഊന്നൽ എന്നത്. ഇത് മനസ്സിലാക്കുവാൻ അബ്രാഹാമിൻ്റെ ചരിത്രം അല്പമായിട്ട് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഈ വേദഭാഗത്തിന് ആധാരമായി എബ്രായ ലേഖനകാരൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉൽപ്പത്തി 22-ന്റെ 15 മുതൽ 18 വരെ വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രാഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ ദൈവം അബ്രാഹാമിന് ഒരു ദേശവും സന്തതിയും വാഗ്ദാനം ചെയ്തു. അവർ ഒരു വലിയ ജനതയായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ഭൂമിയിലെ എല്ലാ ജനതകൾക്കും അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി തീരും എന്നതായിരുന്നു ഈ വാഗ്ദാനം എന്നത്. അബ്രാഹാമിന് വലിയ വാഗ്ദാനം ലഭിച്ചെങ്കിലും തൻ്റെ ജീവിതം യാതൊരു പരിശോധനയ്ക്കും വിധേയമാകാത്ത ഒന്നായിരുന്നില്ല. താൻ വലിയ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. ഒരു മകൻ എന്ന വാഗ്ദാനം നിവർത്തിക്കുവാൻ തന്നെ ഏകദേശം 25 വർഷങ്ങൾ അബ്രാഹാമിന് കാത്തിരിക്കേണ്ടതായി വന്നു.
ഈ മകനായിരിക്കും അബ്രാഹാമിൻ്റെ ഏക അവകാശി. ദൈവത്തിൻ്റെ ഉടമ്പടി അനുഗ്രഹങ്ങൾ നിറവേറ്റപ്പെടേണ്ടത് ഈ മകൻ ഇസഹാക്കിലൂടെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദൈവം ഈ മകനെ ഒരു യാഗമായി അർപ്പിക്കുവാൻ അബ്രാഹാമിനോട് കൽപ്പിക്കുന്നത്. ചുരുങ്ങിയത് ഒരു 15 വയസ്സെങ്കിലും ആയിക്കാണും ഇസഹാക്കിന് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഇസഹാക്ക് തന്നെയാണല്ലോ യാഗത്തിനുള്ള വിറകുമായിട്ട് ആ മോറിയ മലയിലേക്ക് നടന്നു പോകുന്നത്. പക്ഷേ ഇവിടെ അബ്രാഹാം വിശ്വാസത്തിൽ പരാജയപ്പെട്ടില്ല എന്ന് നമുക്ക് കാണാം. അബ്രാഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ തന്നെ തയ്യാറായി എന്ന് നാം അവിടെ കാണുന്നു. അബ്രാഹാം അങ്ങനെ ഇസഹാക്കിനെ യാഗമർപ്പിച്ചാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അബ്രാഹാം ഇത് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് എബ്രായർ 11:19 നമ്മോട് പറയുന്നത്. ഇസഹാക്കിനെ യാഗമർപ്പിച്ചാൽ ദൈവം ഇസഹാക്കിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുമെന്ന് അബ്രാഹാം വിശ്വസിച്ചു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അബ്രാഹത്തിന് ലഭിച്ചത് ഇസഹാക്കിൻ്റെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവാണ്. ഇത് ദൈവം തൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും മറ്റ് വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്ന ഉറപ്പ് അബ്രാഹാമിന് നൽകി. അബ്രാഹത്തിൻ്റെ മരണത്തിനു മുമ്പ് തൻ്റെ ഭാര്യ സറായിക്ക് വേണ്ടി കനാനിൽ ഒരു ശ്മശാന സ്ഥലം മാത്രമേ തനിക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു എന്നാണ് 11-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നത്. അതെ, വാഗ്ദാനത്തിൻ്റെ അവകാശികളായിട്ടുള്ള ഇസഹാക്കും യാക്കോബും കൂടാരങ്ങളിൽ താമസിച്ചതുപോലെ നാമും ഇന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് ഈ ഭൗമികമായിട്ടുള്ള കൂടാരങ്ങളിൽ കാത്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ സ്വർഗീയ അവകാശത്തിൽ പ്രവേശിപ്പാൻ കാത്തിരിക്കുന്ന വിശ്വാസികൾക്ക് അബ്രാഹാം ഒരു മാതൃകയാണ്. ഇവിടെ നിന്നും പ്രായോഗികമായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, പീഡനത്തിൻ്റെ ഇടയിലോ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ വൈകി എന്ന് തോന്നുമ്പോഴോ ദൈവം വിശ്വസ്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസികൾ അവരുടെ പ്രത്യാശ മുറുകെ പിടിക്കണം. രണ്ടാമതായിട്ട്, നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അനുകൂലവും മറ്റു ചിലപ്പോൾ പ്രതികൂലവുമായിരിക്കാം. എന്നാൽ നമ്മുടെ സ്ഥിരോത്സാഹത്തിനായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തിലേക്കാണ് നാം എപ്പോഴും നോക്കേണ്ടത്. രണ്ടാമതായി, ഈ വേദഭാഗത്തു നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ ഉടമ്പടി വിശ്വസ്തതയാണ് നമ്മുടെ സ്ഥിരോത്സാഹത്തിൻ്റെ അടിസ്ഥാനം എന്നത്. ദൈവത്തിൻ്റെ ഉടമ്പടി വിശ്വസ്തതയാണ് നമ്മുടെ സ്ഥിരോത്സാഹത്തിൻ്റെ അടിസ്ഥാനം എന്നത്. രാവിലെ സമയം 100-ാം സങ്കീർത്തനത്തിൽ ഈ കാര്യം നാം ശ്രദ്ധിച്ചതാണ്. ഇതിനാധാരമായിട്ട് 16-ഉം 17-ഉം വാക്യങ്ങളാണ്. ഞാനത് വായിക്കാം. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണ് അവർക്ക് ഉറപ്പിനായി സകലവാദത്തിൻ്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. ഉൽപ്പത്തി 22-ൽ ദൈവം അബ്രാഹാമിന് നൽകിയ വാഗ്ദാനം ഒരു പുതിയ വാഗ്ദാനമായിരുന്നില്ല, പഴയ വാഗ്ദാനത്തിൻ്റെ ആവർത്തനം മാത്രമായിരുന്നു. എന്നാൽ കൂടുതൽ ബലം ഈ വാഗ്ദാനത്തിന് ഉണ്ടായിരുന്നു. കാരണം ദൈവം ഒരു ആണയോടെ അഥവാ ഒരു സത്യപ്രതിജ്ഞയോടെ ഉറപ്പ് നൽകിയ വാഗ്ദാനമായിരുന്നു അത്. ഇസഹാക്കിൻ്റെ ജനനത്തിനു മുമ്പും ശേഷവുമുള്ള വർഷങ്ങളിൽ വിവിധ സമയങ്ങളിലും അവസരങ്ങളിലും ഈ വാഗ്ദാനം അബ്രാഹാമിന്
ദൈവം നൽകിയിരുന്നു. ഈ വാഗ്ദാനം ആദ്യമായി നൽകുന്നത് ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വാക്യങ്ങളിലാണ്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: യഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രാഹാമിനോട് ഒരു വീടും കുടുംബവും അബ്രാഹാമിനോട് തൻ്റെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് പോകുവാനായിട്ട് കൽപ്പിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ഈ വാഗ്ദാനവും താൻ നൽകുന്നു. പിന്നീട് ഈ വാഗ്ദാനം ആവർത്തിക്കുന്നത് 13-ാം അധ്യായത്തിലാണ്. അവിടെ അബ്രാഹവും ലോത്തും വേർപിരിഞ്ഞതിന് ശേഷം ദൈവം ഈ വാഗ്ദാനം ആവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. 13-ന്റെ 14 മുതൽ 17 വരെ വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാം. വീണ്ടും 15-ാം അധ്യായത്തിൽ എത്തുമ്പോൾ തൻ്റെ അവകാശി തൻ്റെ ദാസനായ എലിയസർ ആയിരിക്കുകയില്ല, മറിച്ച് സ്വന്തം സന്തതിയാകുമെന്ന് അബ്രാഹാം ദൈവത്തോട് പറയുന്നു. അപ്പോൾ അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചു എന്നും അത് അവന് നീതിയായി കണക്കാക്കപ്പെട്ടു എന്നും 15-ന്റെ 6-ൽ നാം വായിക്കുന്നു. തുടർന്ന് അബ്രാഹാമിൻ്റെ വിശ്വാസത്തിന് മറുപടിയായി ദൈവം ഈ വാഗ്ദാനത്തെ അവനുമായി ഒരു ഉടമ്പടിയിൽ പ്രവേശിച്ചുകൊണ്ട് മുദ്ര വയ്ക്കുന്നതായിട്ട് 15-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. 9-ാം വാക്യം: അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയെ ഒക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. 12-ാം വാക്യം: സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവൻ്റെ മേൽ വീണു. 17-ാം വാക്യം: സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം പോലെ കടന്നുപോയി. ദൈവം ഏകപക്ഷീയമായി അബ്രാഹവുമായിട്ടുള്ള ഉടമ്പടി സീൽ ചെയ്യുന്നു, അഥവാ മുദ്ര ചെയ്യുന്ന വേദഭാഗമാണ് ഇത്. ഇതൊരു അൺകണ്ടീഷണൽ കവനൻ്റ് അഥവാ വ്യവസ്ഥയില്ലാത്ത ഉടമ്പടിയായിരുന്നു. കാരണം ദൈവം മാത്രമേ യാഗവസ്തുക്കളുടെ ഇടയിലൂടെ കടന്നു പോയുള്ളൂ. അബ്രാഹാം ഈ സമയം ഗാഢമായ നിദ്രയിലായിരുന്നു. ഉടമ്പടിയുടെ സ്വഭാവമനുസരിച്ച് ഇരുവരും യാഗവസ്തുക്കളുടെ ഇടയിലൂടെ കടന്നു പോകണം. ഉടമ്പടി വ്യവസ്ഥകൾ ലംഘിക്കുന്നവർ ഈ യാഗവസ്തുക്കളെ പോലെ വിഭജിക്കപ്പെടണം അഥവാ മരിക്കണം. എന്നാൽ ദൈവം മാത്രമേ ഇവയ്ക്കിടയിലൂടെ കടന്നുപോയുള്ളൂ. അത് കാണിക്കുന്നത് ഇത് ഒരു ഏകപക്ഷീയമായ ഉടമ്പടിയായിരുന്നു എന്നാണ്. ബൈബിൾ നാം പരിശോധിച്ചാൽ വ്യവസ്ഥയോടുകൂടിയ വാഗ്ദാനങ്ങളും ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് യോനാ പ്രവാചകനിലൂടെ നിനവെ 40 ദിവസത്തിനുള്ളിൽ നശിപ്പിക്കപ്പെടുമെന്ന് യഹോവ പറഞ്ഞു. എന്നാൽ യോനയുടെ പ്രസംഗം കേട്ട് നിനവയിലെ ജനങ്ങൾ മാനസാന്തരപ്പെട്ടതുകൊണ്ട് ദൈവം ന്യായവിധിയിൽ നിന്ന് പിന്മാറി എന്ന് നമുക്ക് അവിടെ കാണാം. എന്നാൽ ഇത് യാതൊരു വ്യവസ്ഥയുമില്ലാത്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയാൽ നിവർത്തിക്കുന്ന ഒരു ഉടമ്പടിയായിട്ടാണ് ദൈവം ഈ ഉടമ്പടി വെച്ചത്. 17-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹവുമായുള്ള തൻ്റെ ഉടമ്പടി സ്ഥിരീകരിക്കുകയും പരിച്ഛേദനയുടെ ഒരു അടയാളം നൽകുകയും ചെയ്തു. വാഗ്ദത്തപുത്രൻ അബ്രാഹമിലൂടെ മാത്രമല്ല, ആ മകൻ്റെ അമ്മ
സാറായി ആയിരിക്കുമെന്നും തൻ്റെ മകനിടേണ്ട പേര് ഇസഹാക്ക് എന്നായിരിക്കണം എന്നും വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതായത് വർഷങ്ങൾ മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് ദൈവം അബ്രാഹവുമായുള്ള തൻ്റെ ഉടമ്പടി ആവർത്തിച്ചുകൊണ്ട് കൂടുതൽ വ്യക്തമായിട്ടുള്ള ഉറപ്പുകൾ നൽകിക്കൊണ്ടിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഉറപ്പ് അബ്രാഹമിൻ്റെ സമ്പൂർണമായിട്ടുള്ള പ്രകടനത്തെ അഥവാ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തെയും അവൻ്റെ ഉടമ്പടിയെയും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എന്നാണ് മോശ അതിനെക്കുറിച്ച് വിശദമാക്കുന്നത്. അതിന് ആധാരമായിട്ട് അബ്രാഹമിൻ്റെ ജീവിതത്തിലെ ചില വസ്തുതകൾ കൂടി നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 12-ാം അധ്യായത്തിലെ പ്രാരംഭ വാഗ്ദാനത്തിനും 22-ാം അധ്യായത്തിലെ ഇസഹാക്കിൻ്റെ യാഗത്തിനും ഇടയിലുള്ള കാലയളവിൽ അബ്രാഹമിൻ്റെ വിശ്വാസത്തിലെ നിരവധി വീഴ്ചകൾ മോശ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അബ്രാഹമിൻ്റെ ഉടമ്പടിയുടെ ആദ്യ പരാമർശത്തിന് തൊട്ടു പിന്നാലെ, അതായത് ഉൽപ്പത്തി 12 ക്ഷാമം മൂലം അബ്രാഹം വാഗ്ദത്ത ദേശം വിട്ട് ഈജിപ്തിൽ പോയി താമസിക്കുന്നതായിട്ട് നാം കാണുന്നു. അവിടെ സ്വയരക്ഷയ്ക്കായി അബ്രാഹാം സാറായിയെ തൻ്റെ സഹോദരിയായിട്ട് അവതരിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി കുറച്ച് നാളത്തേക്ക് ഫറവോൻ അവളെ തൻ്റെ അന്തഃപുരത്തിലേക്ക് ചേർക്കുന്നു. അവിടെ അബ്രാഹമിൻ്റെ ജീവനും സാറായിയുടെ പരിശുദ്ധിയും കാത്തു സൂക്ഷിച്ചത് ദൈവത്തിൻ്റെ ഇടപെടൽ ഒന്ന് മാത്രമാണ്. വീണ്ടും 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രാഹാം തൻ്റെ ഭാര്യ സാറായിയുടെ നിർദ്ദേശപ്രകാരം ഹഗാറിനെ ഒരു വെപ്പാട്ടിയായി സ്വീകരിക്കുകയും അവളിലൂടെ ഇസ്മയേലിനെ ജനിപ്പിക്കുകയും ചെയ്യുന്നു. വീണ്ടും 20-ാം അധ്യായത്തിൽ അബ്രാഹാം തൻ്റെ ഭാര്യ സാറായിയെ സഹോദരി എന്ന് പറഞ്ഞുകൊണ്ട് 12-ാം അധ്യായത്തിൽ കാണിച്ച അതേ വഞ്ചന ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഫലമായി സാറായി താൽക്കാലികമായി അബീമലേക്കിൻ്റെ അന്തഃപുരത്തിൽ ചേർക്കപ്പെടുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയല്ല ഈ കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അബ്രാഹാമിനോടുള്ള തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ ദൈവം വിശ്വസ്തനായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. അബ്രാഹാമിനോടുള്ള തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ ദൈവം വിശ്വസ്തനായിരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അബ്രാഹാമിൻ്റെ വിശ്വസ്തതയുടെ അടിസ്ഥാനമായിരുന്നത്. നമുക്ക് സ്വർഗം ലഭിക്കുന്നത് നമ്മുടെ പെർഫോമൻസിൻ്റെ വെളിച്ചത്തിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ്. അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ നിന്നും വ്യതിചലിച്ചില്ല. തൻ്റെ വാഗ്ദാനം നിവർത്തിച്ചുകൊണ്ട് ദൈവം വിശ്വസ്തനെന്ന് തെളിയിക്കുകയാണ് ഉണ്ടായത്. ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ഉദ്ദേശങ്ങളെക്കുറിച്ച് വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുന്നതിനായി ദൈവം മാനുഷിക രീതിയിൽ സത്യം അഥവാ ആണയിടുന്നതായിട്ട് നാം കാണുന്നു. അതേസമയം ഒന്നിനെ ചൊല്ലിയും സത്യം ചെയ്യരുതെന്ന് മത്തായി സുവിശേഷം 5:33 മുതൽ 37 വരെ വാക്യങ്ങളിൽ യേശു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ദൈവത്തിന് സത്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം താൻ ഒരിക്കലും നുണ പറയുകയില്ല, നുണ പറയാൻ തനിക്ക് കഴിയുകയുമില്ല. എന്നാൽ പഴയ നിയമത്തിലും ഗ്രീക്കോ റോമൻ പശ്ചാത്തലത്തിലും ഇന്ന് കോടതികളിലും സത്യം ചെയ്ത് കാര്യങ്ങളെ ഉറപ്പാക്കുന്ന രീതി നാം കാണുന്നു. അതേ മാനുഷിക രീതി അവലംബിച്ചുകൊണ്ട് ദൈവം ഇവിടെ തന്നെ ചൊല്ലി സത്യം ചെയ്ത് തൻ്റെ വാഗ്ദത്തത്തെ താൻ ഇവിടെ സ്ഥിരീകരിക്കുകയാണ്. അതിന് കാരണം അവൻ്റെ അവകാശികൾക്ക് തൻ്റെ ഉദ്ദേശത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവം വളരെ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് നൽകുവാൻ ദൈവം ഇച്ഛിച്ചതുകൊണ്ടാണ്. അബ്രാഹാമിനും അവൻ്റെ സന്തതികൾക്കും വേണ്ടി വെളിപ്പെടുത്തിയ തൻ്റെ ഇഷ്ടമോ ഉദ്ദേശ്യമോ നിറവേറ്റുന്നതിൽ താൻ വിശ്വസ്തനായിരിക്കുമെന്ന് ഉറപ്പ് നൽകുവാൻ വേണ്ടിയാണ് ദൈവം ആണയിട്ട്
ഇവിടെ സംസാരിക്കുന്നത്. അതായത് നമ്മുടെ സ്ഥിരോത്സാഹത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ പെർഫോമൻസ് അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഉടമ്പടി വിശ്വസ്തതയാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത്. മൂന്നാമതായി ഈ വേദഭാഗത്തു നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, പ്രത്യാശയാണ് നമ്മുടെ സ്ഥിരോത്സാഹത്തിൻ്റെ മറ്റൊരു കാരണം എന്നതാണ്. പ്രത്യാശയാണ് സ്ഥിരോത്സാഹത്തിൻ്റെ മറ്റൊരു കാരണം. 18ഉം 20ഉം വാക്യങ്ങൾ: അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്കു പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. പ്രത്യാശയാണ് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത് എന്നാണ് ഈ വാക്യങ്ങൾ നമ്മോട് പറയുന്നത്. നമ്മുടെ പ്രത്യാശ സഫലീകരിക്കുവാൻ വേണ്ടിയാണ് യേശുവിനെ നാം ശരണം പ്രാപിച്ചിരിക്കുന്നത്. ഇവിടെ പഴയ നിയമത്തിലെ സങ്കേത നഗരങ്ങളുടെ ഒരു ഇമേജറി എബ്രായ ലേഖനകാരൻ ഉപയോഗിക്കുന്നു. ആരെങ്കിലും അബദ്ധവശാൽ ഒരാളെ അടിച്ചു കൊന്നാൽ കൊല്ലപ്പെട്ടവൻ്റെ പ്രതികാരകൻ അവനെ കൊല്ലാതെ അവൻ്റെ ന്യായവിസ്താരം കഴിയും വരെ സങ്കേത നഗരങ്ങളിൽ അഭയം കണ്ടെത്താൻ ഇസ്രയേലിൽ സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു. അബദ്ധവശാൽ ഒരാൾ കൊലപാതകം ചെയ്താൽ അയാൾക്ക് രക്ഷപ്പെടുവാനുള്ള ഇടമായിരുന്നു ഈ സങ്കേത നഗരങ്ങൾ. അപ്പോഴത്തെ മഹാപുരോഹിതൻ ജീവിച്ചിരിക്കുന്ന നാൾ വരെ അയാൾക്ക് അതിൽ സുരക്ഷിതമായിട്ട് പാർക്കാമായിരുന്നു. ആ സങ്കേത നഗരമാണ് ഇവിടെ ക്രിസ്തു എന്നത്. നാം ഇപ്പോൾ ശരണത്തിനായി ഓടി വന്നത് ക്രിസ്തു എന്ന ഈ സങ്കേത നഗരത്തിലേക്കാണ്. മഹാനായ മഹാപുരോഹിതൻ എന്ന നിലയിൽ ക്രിസ്തു മാത്രം നൽകുന്ന സുരക്ഷയെയും സുരക്ഷിതത്തെയുമാണ് ഇത് കാണിക്കുന്നത്. യേശു ക്രിസ്തു നിത്യ മഹാപുരോഹിതനാകയാൽ നമ്മുടെ പ്രത്യാശ അഥവാ രക്ഷ ഭദ്രമാണ് എന്ന കാര്യമാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ അഭയം കണ്ടെത്തിയ വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനത്തിലും ശപഥത്തിലും പ്രത്യാശ അർപ്പിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനത്തിലും ശപഥത്തിലും അടിസ്ഥാനമിട്ട ഒരു പ്രത്യാശയാണ് ഒരു വിശ്വാസിക്കുള്ളത്. ഈ തകർക്കാനാവാത്തതും സുരക്ഷിതവുമായിട്ടുള്ള പ്രത്യാശയാണ് വിശ്വാസിയുടെ നങ്കൂരം എന്നത്. നമുക്കറിയാം, നങ്കൂരം കൊടുങ്കാറ്റിൽ കപ്പലുകളെ ഉറച്ചു നിൽക്കുന്നതിന് സഹായിക്കുന്നു എന്ന് നമുക്കറിയാം. കൊടുങ്കാറ്റിൽ നങ്കൂരമിട്ട ഒരു കപ്പൽ പോലെ ഒരു വിശ്വാസി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അങ്ങനെ പിടിച്ച് നിൽക്കപ്പെടുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ പ്രത്യാശ ഒരിക്കലും തകരാത്തതാണ്. ദൈവത്തിന് നുണ പറയുവാൻ കഴിയാത്തതിനാൽ ഈ പ്രത്യാശയ്ക്ക് നീക്കം വരികയുമില്ല. ഇവിടെ ദൈവത്തിന് നുണ പറയുവാൻ കഴിയാത്ത 2 കാര്യങ്ങളാൽ നമ്മുടെ പ്രത്യാശ ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്ന് ലേഖനകാരൻ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വേദശാസ്ത്രികളുടെ ഇടയിൽ ഏകാഭിപ്രായമില്ല. ചിലർ ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനവും ആണയുമാണെന്ന് പറയുന്നു. മറ്റു ചിലർ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രാഹമിക ഉടമ്പടിയും 7-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം കർത്താവായ യേശുവിനെ എന്നേക്കും ഒരു മഹാപുരോഹിതനായി നിയമിച്ച അവൻ്റെ സത്യവും ആണെന്ന് പറയുന്നു. മൂന്നാമതൊരു ആശയമുള്ളത് തിരുവെഴുത്തും യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയുമാണ്. ഈ മൂന്നാമത്തെ ആശയമാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. തിരുവെഴുത്താണ് എന്ന് പറയുവാനുള്ള കാരണം, പ്രോത്സാഹനം എന്ന പദത്തിന് പാരാക്ലേസിസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എബ്രായർ 12:5 പഴയ നിയമ തിരുവെഴുത്തുകളെ പരാമർശിക്കുവാനും എബ്രായർ 13:22 പുതിയ നിയമ തിരുവെഴുത്തുകളെ പരാമർശിക്കുവാനും ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട്
ദൈവത്തിന് നുണ പറയുവാൻ കഴിയാത്ത ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ വചനം അഥവാ തിരുവെഴുത്തുകളാണ്. ദൈവത്തിൻ്റെ വചനം തെറ്റില്ലാത്തതും തെറ്റുപറ്റാൻ കഴിയാത്തതുമാണ്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത്. As God's infallible word, the Bible is inerrant, authoritative, reliable and sufficient to meet our needs. ദൈവത്തിൻ്റെ തെറ്റില്ലാത്ത വചനം എന്ന നിലയിൽ ബൈബിൾ അപ്രമാദിത്വമുള്ളതും ആധികാരികവും വിശ്വസനീയവും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പര്യാപ്തവുമാണ്. രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തുവിലൂടെയുള്ള മഹാപുരോഹിത ശുശ്രൂഷയാണ്. അങ്ങനെ പറയുവാനുള്ള കാരണം എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 28 വരെ വാക്യങ്ങളിൽ പറയുന്നു, പഴയ നിയമ പുരോഹിതന്മാർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആണയോടെ പുരോഹിതനായ ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. സങ്കീർത്തനം 110:4 നീ മൽക്കീസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുതപിക്കുകയുമില്ല എന്ന് വായിക്കുന്നു. എബ്രായ ലേഖനകാരൻ സങ്കീർത്തനം 110:4 ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ക്രിസ്തുവിനോട് സത്യം ചെയ്തുകൊണ്ട് ദൈവം നൽകിയ വാഗ്ദാനം അവന് വേണ്ടി നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനവും ദൈവത്തിൻ്റെ ആണയും യേശുവിൻ്റെ മൽക്കീസദേക്കിൻ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്ന നിയമനത്തെയും തൻ്റെ പ്രവർത്തനത്തെയും ഇത് പരാമർശിക്കുന്നു. മഹാപുരോഹിതനും രാജാവുമായ യേശുവിൻ്റെ ഉടമ്പടി വിളിക്കപ്പെട്ടവർക്ക് വാഗ്ദത്തം ചെയ്ത നിത്യ അവകാശം ലഭിപ്പാൻ മതിയായതാണ് എന്ന കാര്യമാണ് ഇത് ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു നമുക്ക് മുന്നോടിയായി ദൈവസന്നിധിയിൽ പ്രവേശിച്ചുകൊണ്ട് തൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ ഇന്നും തുടരുന്നു. ഇത് ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെ നിവൃത്തി ഉറപ്പ് നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയുമാണ് നമ്മുടെ പ്രത്യാശയുടെ ഒരു ഉറച്ച നങ്കൂരം എന്നത്. ഈ രണ്ട് ഉടമ്പടി വാഗ്ദാനങ്ങളാണ് നമ്മുടെ രക്ഷ, നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ നിത്യസുരക്ഷിതത്വം എന്നിവ ഉറപ്പാക്കുന്നത്. അതുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ രക്ഷ എന്നേക്കും ഭദ്രമായിരിക്കും എന്ന കാര്യമാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. ഒരു ചെറിയ ഇല്ലസ്ട്രേഷനിലൂടെ ഇക്കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കുവാനായിട്ട് ശ്രമിക്കാം. ജോൺ ബെനിയൻ്റെ പ്രസിദ്ധമായ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ഒരു ചെറിയ കഥയാണിത്. ഈ പുസ്തകത്തിൻ്റെ ഒരു കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേരാണ് ക്രിസ്ത്യാനി എന്നത്. അദ്ദേഹം വ്യാഖ്യാതാവ് എന്ന ഒരു സഹായിയെ കണ്ടുമുട്ടുന്നു. വിശ്വാസത്തിൻ്റെ യാത്രയ്ക്ക് ആവശ്യമായ ക്രിസ്തീയ സത്യങ്ങൾ പഠിപ്പിക്കുക എന്നതാണ് ഈ വ്യാഖ്യാതാവിൻ്റെ ജോലി. ഈ വ്യാഖ്യാതാവ് ഒരു മതിലിനോട് ചേർന്ന് കത്തുന്ന തീയും തീയുടെ അരികിൽ ഒരാൾ നിരന്തരം തീ കെടുത്താൻ ശ്രമിക്കുന്നതായും ക്രിസ്ത്യാനിയെ വ്യാഖ്യാതാവ് കാണിക്കുന്നു. അയാൾ എത്ര ശ്രമിച്ചിട്ടും ഈ തീ അണയുന്നില്ല. അത് അണയുന്നില്ല എന്ന് മാത്രമല്ല, വർദ്ധിച്ച ചൂടോടുകൂടി ഇത് കത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാൽ ക്രിസ്ത്യാനി വ്യാഖ്യാതാവിനോട് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഉളവാക്കുന്ന കൃപയുടെ പ്രവൃത്തിയാണ് ഈ തീ എന്ന് വ്യാഖ്യാതാവ് വിശദീകരിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഉളവാക്കുന്ന കൃപയുടെ പ്രവൃത്തിയാണ് തീ എന്നത്. എന്നാൽ പിശാച് നിരന്തരം പ്രലോഭനങ്ങളുടെയും ആശങ്കകളുടെയും പരീക്ഷണങ്ങളുടെയും വെള്ളം അതിലൊഴിച്ച് ഈ തീയെ കെടുത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വീണ്ടും ഈ ക്രിസ്ത്യാനി ചോദിക്കുന്നു.
തീ എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ ചൂടാകുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് ക്രിസ്ത്യാനിയെ കാണിക്കുവാൻ വ്യാഖ്യാതാവ് അവനെ മതിലിൻ്റെ പിൻവശത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു മനുഷ്യൻ കയ്യിൽ ഒരു പാത്രത്തിൽ എണ്ണയുമായി നിൽക്കുന്നതും തീയിലേക്ക് നിരന്തരം എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതും അവനെ കാണിച്ചു. അപ്പോൾ ക്രിസ്ത്യാനി വീണ്ടും ചോദിച്ചു, ഇതിൻ്റെ അർത്ഥമെന്താണ്? വ്യാഖ്യാതാവ് ഉത്തരം പറഞ്ഞു, എണ്ണയുമായി നിൽക്കുന്ന വ്യക്തി അത് ക്രിസ്തുവാണ്. തൻ്റെ കൃപയുടെ എണ്ണ ഉപയോഗിച്ച് വിശ്വാസിയുടെ ഹൃദയത്തിൽ ആരംഭിച്ച പ്രവൃത്തിയെ നിരന്തരം നിലനിർത്തുന്നു. പിശാചിന് പലതും ചെയ്യുവാൻ കഴിയുമെങ്കിലും ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കുവാൻ അവന് കഴിയുകയില്ല. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള കൃപയാണ് അതിന് കാരണം. അതിൽ തീ നിലനിർത്തുവാൻ ആ മനുഷ്യൻ മതിലിന് പിന്നിൽ നിൽക്കുന്നതായി നാം കാണുന്നു. കൃപയുടെ ഈ പ്രവൃത്തി ആത്മാവിൽ തുടർമാനമായി നിലനിർത്തപ്പെടുന്നുവെന്ന് പരീക്ഷിക്കപ്പെടുന്നവർക്ക് കാണുവാൻ പ്രയാസമാണെന്ന് ഇത് കാണിക്കുന്നു. അതായത് ഈ മതിലിൻ്റെ അപ്പുറകിലാണ് ഈ വ്യക്തി നിൽക്കുന്നതും ഈ പാത്രത്തിലെ എണ്ണ ഒഴിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥമെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് വിശ്വാസത്തിൻ്റെ ജാലയും അത് കെടുത്തുവാൻ പിശാച് ഉപയോഗിക്കുന്ന വെള്ളവും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. കർത്താവിൻ്റെ കൃപ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടുവാനും വിശ്വാസം ഉപേക്ഷിക്കുവാനും സാധ്യതയുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് യേശു എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ ജ്വാലയിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എണ്ണയും അവൻ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം തുടരുന്നതിന് മാത്രമല്ല, അത് കൂടുതൽ കൂടുതൽ ചൂടോടെ കത്തുന്നതിനും ഈ കൃപ സഹായിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനം ലഭിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ സന്ദേശം ഉപസംഹരിക്കുകയാണ്. ഞാൻ പങ്കുവച്ച 3 പോയിന്റുകൾ. 1, നമ്മുടെ സ്ഥിരോത്സാഹത്തിന് അഥവാ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് അബ്രാഹാം നമുക്ക് മാതൃകയായിരിക്കുന്നു. അബ്രാഹാം വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്ത നിവൃത്തിക്കായി കാത്തിരുന്നു. നമുക്ക് വിശ്വാസത്താലും ദീർഘക്ഷമയാലും അവകാശങ്ങളെ പ്രാപിക്കുന്നവരുടെ അനുകാരികളായിട്ട് തീരാം. രണ്ടാമതായി പറഞ്ഞത്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്നത്. അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ പല പാളിച്ചകൾ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ താൻ പ്രത്യാശ വെച്ചു. നമുക്കും കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. മൂന്നാമതായി, ദൈവത്തിൻ്റെ വചനവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയും നമ്മുടെ നിത്യരക്ഷ ഉറപ്പാക്കുന്നു. അതിനാൽ നമ്മുടെ പ്രത്യാശ ഏറ്റവും ഉറപ്പുള്ളതും മാറ്റമില്ലാത്തതുമാണ്. ആകയാൽ നമ്മുടെ ഓട്ടം ഏറ്റവും സ്ഥിരതയോടെ ഓടാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.